പലപ്പോഴും ടി.പി. സെൻകുമാർ നടത്തുന്ന ചില പ്രസ്താവനകൾ വളരെയധികം ശ്രദ്ധേയമാകാറുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും വിവാദത്തിൽ പെടാറുമുണ്ട്. പക്ഷെ വിവാദം ഉന്നയിക്കുന്നവരോട് വ്യക്തമായ മറുപടിയും താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന് കൃത്യമായ വിശദീകരണവും അദ്ദേഹം നൽകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന പറയാം. ഹിന്ദുക്കൾ മുസ്ലിം സഹോദരന്മാരെ അതേപടി അനുകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് മുൻ DGP ടി.പി. സെൻകുമാർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 3 വിഷയങ്ങളിൽ ഊന്നിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇതിനെപ്പറ്റി വിശദീകരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഹിന്ദുക്കൾ മുസ്ലിം വിഭാഗത്തെ നല്ല രീതിയിൽ അനുകരിക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതും നല്ല ഫലങ്ങൾ ഉളവാക്കുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. നീറ്റ് MBBSന്റെ റിസൾട്ട് എടുത്തു നോക്കുക. അവരുടെ കുട്ടികൾ എത്ര ഭംഗിയായി പഠിപ്പിക്കുന്നു. പരീക്ഷകൾ എഴുതാൻ, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുള്ള പരിശീലനം നൽകുന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ പെൺകുട്ടികളായിരിക്കാം. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് മദ്രസ വിദ്യാഭ്യാസം മാത്രമല്ല ഭൂരിപക്ഷം കുട്ടികൾക്കും കിട്ടുന്നത്. അതല്ലാതെ നന്നായി പഠിക്കാനും എക്സാമിനേഷൻസ്, പ്രത്യേകിച്ചും ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിന് ആ കമ്മ്യൂണിറ്റി മുഴുവനുമായിട്ട് ഏതെല്ലാം വിഭാഗത്തിലായിരുന്നാലും അത് പൊതുവായിട്ട് ചെയ്യുന്നതാണ്. അതിനവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ WS വിഭാഗത്തിലൊക്കെയുള്ള റാങ്ക് ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും അതിലുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, പ്രധാനമായി 2-3 സംഘടനകളാണുള്ളത്. അവരൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക, മറ്റുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം മത്സര പരീക്ഷകൾക്ക് പോകാനും നന്നായിട്ട് റാങ്ക് വാങ്ങാനുമുള്ള പരിശീലനം അത് തീർച്ചയായിട്ടും അവരെ അനുകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അത് പലർക്കും അരോചകമായി തോന്നിയേക്കാം. അത് കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ചാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. IAS, IPS തുടങ്ങിയ ഓൾ ഇന്ത്യ സർവീസുകളിൽ കണ്ടക്ട് റൂൾസ് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ കണ്ടക്ട് റൂൾസിൽ പറയുന്നത് 2 കുട്ടികളുടെ മാനദണ്ഡം എന്നാണ്. അതായത് 2 കുട്ടികളിൽ കൂടുതലുണ്ടായാൽ അത് കണ്ടക്ട് റൂൾസിന്റെ വയലേഷനായി കണക്കാക്കാം എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ മിക്കവർക്കും അതിൽ 3 കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. അപ്പോൾ അതുകൊണ്ട് അതൊരു മാതൃകയായി ഹിന്ദു ദമ്പതികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അദ്ദേഹം കുറിക്കുന്നു. അല്ലെങ്കിൽ ജനസംഖ്യ വളരെയധികം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും അവരെ അനുകരിക്കുക. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, മതം മാറ്റത്തിന് വരുന്ന ആരെയും ഹല്ലേലൂയ പറഞ്ഞു വരുന്നവരായാലും അല്ലാതെ വരുന്നവരായാലും അവരെ ഇസ്ലാം മതത്തിലെ ഒരു വീട്ടിൽ ചെന്നാൽ അവർക്ക് എന്ത് സ്വീകരിക്കണം കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സമൂഹത്തിൽ ചെന്നാൽ അവർക്ക് എന്ത് സ്വീകരണം കൊടുക്കുമോ അതേ സ്വീകരണം കൊടുത്ത് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും സ്വീകരിക്കണം. അതാണ് മതം മാറ്റം നടത്താൻ വരുന്നവരോട് ചെയ്യേണ്ട കാര്യം ടി.പി. സെൻകുമാർ വ്യക്തമാക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിനെ പറ്റി വിമർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ വ്യക്തമായി 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിനുണ്ടാകേണ്ട ഐക്യം, അതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദുവിന് ഐക്യം ഉണ്ടാകണം, ഹിന്ദുക്കൾക്കില്ലാതെ പോകുന്നതും അത് തന്നെയാണ് എന്ന ഒരു വിലയിരുത്തലായിരിക്കാം അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വളരെ ശ്രദ്ധേയമായ പ്രസ്താവനകളാണ്. സമൂഹത്തിൽ ആരെയും നോവിപ്പിക്കാതെ വ്യക്തമായ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പ്രസ്താവനകൾ നടത്താറുള്ളത്. അതിൻ്റെ പേരിൽ ഇനി എന്ത് തിരിച്ച് കേൾക്കേണ്ടി വന്നാലും അതിനെയെല്ലാം ചങ്കൂറ്റത്തോടെ അദ്ദേഹം നേരിടാറുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.